ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മൾ ഉംബ്ലിക്കൽ കോഡിനെ ടച്ച് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് റിയാക്ട് ചെയ്തത്. ഇത്തവണ നമ്മൾ റിയാക്ട് ചെയ്യുന്ന ഷോർട്ട് ഫിലിം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. ഈ ഷോർട്ട് ഫിലിം നിങ്ങൾ എൻ്റെ ഒപ്പം മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ദിസ് വിൽ ടച്ച് യുവർ മൊത്തത്തിൽ കല്യാണം. 100%, 100%, 101% ഞാൻ ഉറപ്പ്. ഈ ഷോർട്ട് ഫിലിം നിങ്ങളുടെ മൊത്തത്തിൽ കല്യാണം ടച്ച് ചെയ്ത് നിങ്ങൾ മുഴുവൻ കണ്ടു നോക്ക്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിന്റെ പേര് അറിയാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ രാക്ഷസനായി മാറും. രാക്ഷസൻ. ഇതിൽ അഭിനയിക്കുന്നത് നമ്മുടെ സ്ഥിരം ഗുണമെന്ന് തന്നെ. എല്ലാവരും ഹെഡ്സെറ്റ് വെച്ചോട്ടോ, ഞാൻ പറയാറുണ്ട്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ, ക്യാമറ ഹാരിഷ് പുനരൂർ. പുതിയ ആൾക്കാരൊക്കെയാണ് കേട്ടോ അഭിനയിക്കാൻ വന്നേക്കുന്നത്. ഞാൻ പറയുന്നതനുസരിച്ച് നിനക്കൂടെ നിൽക്കാം. തമ്പുരാനായിട്ടുള്ള ബന്ധം ഞാൻ തമ്പുരാട്ടിയോട് പറയാം. അതോടെ നീ പുറത്ത് കടക്ക് പുറത്ത്. നിനക്ക് പറഞ്ഞത് അനുസരിക്കാൻ പറ്റില്ല അല്ലേ? ഞാൻ കാണിച്ചു തരാം. രാജാവ് വന്ന് ഇനി എന്തിനു ക്യൂ? എഴുന്നേറ്റ് പോണേ. അവൻ എവിടെ? ആ കറുത്ത മക്കളൊക്കെ ഇതെന്നാ ഇമ്പോസിഷനോ? ഒരു നേഴ്സ് കയറുന്ന ചോദിക്കും ഇവളെ ഏതാണെന്നൊക്കെ. എങ്ങോട്ടാണ് എത്തി വലിഞ്ഞ് നോക്കണത്? ഫോൺ വിളിച്ച് നോക്കണ്ടേ? ഫോൺ എടുക്കുന്നു, ഹലോ പോലും പറയുന്നില്ല. മോളെ നീ വന്നു, ഫോൺ കട്ട് ചെയ്യുന്നു. ആരുടെ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നേ? വഴിയെ പോയ ഏതോ ഒരുത്തി കയറി വന്നിട്ട് ആരാന്ന് ചോദിക്കുന്നു. ഇതാണ് അമ്പിളി അമ്മാവൻ എന്ന് പറയുന്നത്. അല്ല, ഏതോ അമ്മാവൻ. അപ്പൊ തന്നെ സെന്റിമെന്റ്സ്. എന്നിട്ടും കിട്ടിയിട്ടല്ലോ, അങ്ങോട്ട് വിട്ട് കളയാ. ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. എന്നാ കുറച്ചേരം ചിരിക്കി. അനിഴം നക്ഷത്രക്കാരന് ശുക്രനിൽ കണ്ടക ശനി പിടിപ്പെട്ട കാര്യമായി ജീവനോട് ഒന്നും തന്നെ പറഞ്ഞു. കാണു കണ്ടിട്ട് പോയാ മതി. ഏതോ കഥാപ്രസംഗം കഴിഞ്ഞ് വരുക. വെയിറ്റ് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒപ്പീനിയൻസ് പറഞ്ഞുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ പൈസ ഏൺ ചെയ്യാൻ പറ്റി അങ്ങനെ ഇരിക്കും. നിങ്ങളുടെ ഒപ്പീനിയൻ മാത്രം അതിനകത്ത് പറഞ്ഞാൽ മതി. ക്രിക്കറ്റ്, ടെന്നീസ്, ഫുട്ബോൾ, അങ്ങനെ ഏത് ഗെയിം ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിന്റെ ഉത്തരങ്ങൾ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പൈസ ഏൺ ചെയ്യാൻ സാധിക്കും. അതല്ല, ഗെയിം കളിക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതെങ്കിൽ ടീം പട്ടി, അന്തർബന്ധം, ലുഡോ, ഏവിയേറ്റർ ഇതെല്ലാം ഇതിനകത്തുണ്ട്. 24 hours വിഡ്രോവൽസ് ആൻഡ് ഡെപ്പോസിറ്റ് അവൈലബിൾ ആണ്. 50,000-ഓളം ജോയിനിങ് ബോണസ് വരുന്നതാണ്. വിൻബസ് നിങ്ങൾക്ക് 24/7 കസ്റ്റമർ സപ്പോർട്ട് തരുന്നുണ്ട്. സോ വൈ വെയിറ്റ്? ലിങ്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്. വിൻബസ് ഈസ് ദേർ ഫോർ യു. ആ കുട്ടി നന്നായിട്ട് പാടുമ്പോ താളബോധമില്ലാത്ത ഓർമ്മ കടന്നു. ഒരുപാട് അങ്ങോട്ട് താണിക്കില്ലേ? കണ്ട് കണ്ണലിയുന്നു എന്റെ. ഷോർട്ട് ഫിലിം തന്നെ അല്ലേ ഇത്? ഷോർട്ട് ഫിലിമിന്റെ പേര് രാക്ഷസൻ എന്നാണ്, പക്ഷെ ഇത് അംഗനവാടി ക്ലാസ്സാണ്. മക്കളെ അപ്പൂപ്പൻ കൊണ്ടുവന്നത് അത് ഞാൻ പാടാം, നിങ്ങൾ കേട്ടോ. അശ്വത്തിൻ പിൻപേ
ഇത് അർജുനൻ എന്നത് തലേ കേട്ടിട്ടുണ്ടല്ലോ. കരയുന്നു നാരികൾ നാറികള് കരയും. അടർക്കണം തന്നെ അശ്വമേധം ജയിച്ച അർജുനനും ജ്യേഷ്ഠന്റെ മുന്നിൽ തലകുനിച്ചു. അപ്പൊ ഇതാണ് രാക്ഷസൻ. ബീജം വന്നപ്പോ എനിക്ക് മനസ്സിലായി ഇത് തന്നെ രാക്ഷസൻ തന്നെ ഉറപ്പാ. അവളെ ഉച്ചയ്ക്കില്ല ഞാൻ. ആഹാ, നിറം മാറുന്ന ഷർട്ട്. പോയില്ലേ ഫെബ്രുവരി കാണും കണ്ടുപോകരുതെന്നല്ലേ പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാവണില്ല. എല്ലാം ഞാൻ കേട്ടു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. കുമ്മായ കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്? അവന്റെ ശല്യം ഞാൻ നിർത്തും. മേത്തുനിന്ന് കൈയെടുക്ക്. You set my soul on fire. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിന്നെ ഞാൻ എങ്ങും വിടില്ല. ജീവിക്കുന്നെങ്കിൽ നമ്മൾ രണ്ടും ഒരുമിച്ച്. ഏതോ രാക്ഷസനെ മേടിച്ചാണ് ആശ്രയം ജീവിക്കുന്നത്. എപ്പോഴേക്കും ഒരു കാട്ടുമാകാൻ കുമ്മായ മുക്ക് വന്നേക്കുക. നിന്നെ എനിക്ക് അത്രക്ക് ഇഷ്ടം. പക്ഷെ പുള്ളിക്കാർക്ക് ഇഷ്ടമല്ല. അവനും തമ്പുരാട്ടിയും ഒരു പഴി നോക്കാൻ പറ. ഇത് തമ്പുരാന്റെ ഉറപ്പാണ്. അസത്യം, സത്യം, സത്യം, അസത്യം. You set my soul on fire. താളിക്ക് താളിക്ക്. എന്ത് പറ്റുന്നില്ല? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഈ പറയുന്ന ആളുടെ മുഖം പിന്നെ എങ്ങനെ ഇരിക്കുന്നത്? തമിഴ്നാട്ടിൽ വല്ലതും പറഞ്ഞോ? അത് വെറുതെ. എന്താണെങ്കിലും എന്നോട് പറയൂ. ഇത് ഇവരല്ലേ ഇപ്പൊ കെട്ടിപ്പിടിച്ചിറങ്ങിയത്, പിന്നെ ഇവരെന്നെ വീണ്ടും കണ്ടുമുട്ടിയത് എങ്ങനെയാ? അത് വെറുതെ. എന്താണെങ്കിലും എന്നോട് പറയൂ. അറിഞ്ഞാൽ എന്താ? നിങ്ങളിത് ശ്രദ്ധിച്ചോ? എന്നോട് പറയാൻ ബുദ്ധിമുട്ട് വല്ലതും? ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശരിക്കും കേട്ടോ വായിക്കും. അറിഞ്ഞാൽ എന്താ? കേട്ടാ കേട്ടാ കേട്ടാ. എന്നോട് പറയാൻ ബുദ്ധിമുട്ട് വല്ലതും? അത് പറയാൻ എന്തിനാ ബിന്ദു മടിക്കുന്നത്? നീ എന്നെ അങ്ങനെയാണോ കാണുന്നത്? അല്ലത് ഇങ്ങനെ. നീ എന്നെ അങ്ങനെയാണോ കാണുന്നത്? ഇങ്ങനെ. അവളോട് ആരെങ്കിലും ചോദിക്കും, അവൾ തരുമോ? നീ വിഷമിക്കണ്ട, പൈസ ഞാൻ വീട്ടിലെത്തിക്കാം. ഇനി എന്താവശ്യമാണെങ്കിലും എനിക്ക് എന്നോട് ചോദിക്കും. ഈ തമ്പുരാൻ തരും. തമ്പുരാൻ ഈ തമ്പുരാൻ തരും. ഇതിന്റെ പ്രതിഫലമായി ഒരു മീൻ പോട്ടെ, 2 മീൻ പോട്ടെ, 3 മീനെ പിടിച്ച് എനിക്ക് തന്നെ സ്നേഹം മാത്രം. പോയി പണി നോക്കാം. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. പോയി പണി നോക്ക്. ഇതെന്നെ പ്രതിമയോ? രാവിലെ തന്നെ കുമ്മായത്തിൽ മുങ്ങി നിപ്പുണ്ട്. നനങ്ങാവ, ഇത്തിരി ശ്വാസമൊക്കെ വിട്. ഞാൻ തന്നെ കാണാൻ വന്നു. ഞാൻ തന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്നത് തന്നെയാണ്. ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് തുടങ്ങും. 2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തുകയാണ് വിതരണം ചെയ്ത് തുടങ്ങുന്നത്. അത് പറ്റില്ലെന്ന് പറയും. തമ്പുരാട്ടിയുടെ സമ്മതം ഇവിടെ ആർക്ക് വേണം? പോയി പണി നോക്കാൻ പറ. അവളുടെ പേര് കേൾക്കുന്നത് തന്നെ കലിയായി. അവൾ എന്നെ ദ്രോഹിക്കുക. ശരി, ആരും അറിയില്ല. നീ ധൈര്യമായിട്ടിരി. നിന്റെ കൂടെ ഞാനുണ്ട്. അതാണ് പ്രശ്നം. ഈ തമ്പുരാനുണ്ട്. തമ്പുരാന്റെ
ഞാൻ നിനക്ക് സമ്മാനം കൊണ്ടുവന്നത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് തുടങ്ങും. എന്താണെന്ന് പറയാമോ? അല്ല, 2 പവന്റെ ഒരു വള. ഇത് നിനക്ക് ചെയ്തു. പുള്ളിക്കാരുടെ വളവാന്റെ പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് ഊരിട്ട് പുള്ളിക്കാരൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നു. ആരും അറിയാതെ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയും ചെയ്യും. മനസ്സിലാക്കി, എന്നെ മനസ്സിലാക്കി. ഇത് ഏത് ഭാഷ? എനിക്ക് നിന്നിൽ ഒരു കുട്ടി ജനിക്കണം. എന്റെ സ്വത്ത് എല്ലാം ആ കുട്ടിയുടെ പേരിൽ എഴുതി വെക്കണം. അവൾ 5 പൈസ ഞാൻ കൊടുക്കില്ല. ഇപ്പൊ പിന്നെ കോടികളാണല്ലോ കയ്യിൽ. Now you set my soul on fire. Just a little spark. It is a flame. A big roaring flame. കണ്ടില്ല. തമ്പുരാട്ടിയെ വഞ്ചിക്കണ്ടോ? ഓടാ ഓടാ. നീ ആരാ ഇതൊക്കെ ചോദിക്കാൻ? ഞാൻ ഇവളും കല്യാണവും കഴിക്കാൻ ഞങ്ങൾ കുട്ടികളും ഉണ്ടാവും. അതിന് ശിവൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം? ഈ കൊലവാണങ്ങളെല്ലാം കൊണ്ട് നശിപ്പിക്കുമല്ലോ സിനിമ. ഇത് ഞാൻ തമ്പുരാട്ടി അറിയിക്കും. ഇത് പൊളിക്കും. ഇത് പൊളിക്കണുണ്ട്. ഇത് പൊളിക്കും. പൊളിച്ചാൻ തരുന്നുണ്ട്. ഇതെങ്ങാനും പോയി തമ്പുരാട്ടിയോട് പറഞ്ഞാൽ ഇതിനെ ഭൂമിക്ക് മേലെ വെച്ചേക്കില്ല. വേണ്ടി വന്നാൽ തമ്പുരാനെ ഞാൻ ജീവനോടെ വെച്ചിരിക്കില്ല. ഒട്ടിക്കളായി. നീ ഇത് ഭൂമംഗലത്ത് കാല് കുത്തി പോകും. ഓടാ. ഇവനെന്ന് നിനക്ക് അറിയില്ല. കാണിച്ചു തരാം. കാണിച്ചു കൊടുക്ക്. തടവടാ വീശടാ, മാറ്റി വീശി കൊടുക്കടാ. വേണ്ടല്ലോ അവളെ അടി കഴപ്പാ കൊണ്ട് തീരട്ടെ. എനിക്കിതൊന്നും വയ്യ കാണാൻ. പട്ടിയെ പോലെ പിന്നെ നടന്നിട്ടു ഒരു പട്ടിയുടെ വില പോലും തന്നില്ല. ആഹാ. ഓ സീൻ. എന്റെ അമ്മേ. നിങ്ങളിത് കാണുക. Why this man is called a genius? ഫുട്ബോൾ ലോകത്ത് എന്തുകൊണ്ടാണ് ജീനിയസ് എന്ന്? എന്നതാ പറയണ്ടേ ഇതിനോടൊക്കെ? എന്നെ കാട്ടവരാതെ കാണിച്ചു വെച്ചേക്കുന്നേ. ഇത് കണ്ടിട്ട് ഒഴിക്കാൻ പറ്റിയ മൂത്രം വരെ അകത്തേക്ക് കയറിപ്പോയി. ഒരു സിനിമ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞു. ആ സിനിമ കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അത് മനസ്സിലായോ? അടുത്തൊരു വീഡിയോ നമ്മളിവിടെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഫോർ നൗ. നോട്ടിഫിക്കേഷൻ കിട്ടാത്ത വാണങ്ങളുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വന്ന് ജോയിൻ ചെയ്യാൻ. ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബൈ.